ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പില് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് പൊതുവെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ക്യാപിറ്റൽ ഓണേഴ്സ് കൊണ്ടുവരുന്ന എമൗണ്ട്, അതുപോലെ ഡ്രോയിങ്സ് അവര് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിൻവലിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഈടാക്കാറുണ്ട്. അത് ഏത് പ്രകാരമാണ്? ആസ് പെർ പാർട്ട്ണർഷിപ്പ് ഡീഡ്. സപ്പോസ് പാർട്ട്ണർഷിപ്പ് ഡീഡില് ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് മേലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് അതിന്റെ ഓപ്പണിംഗ് ബാലൻസിനെ അടിസ്ഥാനമാക്കിയാണ്. ഓപ്പണിംഗ് ബാലൻസിന് മുകളിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സപ്പോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇഫ് എനി ഡ്രോയിങ്സ് ഓർ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ചിലപ്പോൾ എന്ത് ചെയ്യാം, പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവാം, അല്ലെങ്കിലോ നിലവിലെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്താണ്? കാൽക്കുലേറ്റഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ്. എത്ര ക്യാപിറ്റൽ ആണോ ആ വർഷം യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആക്ച്വലി നിങ്ങളെ മൈൻഡിൽ വരേണ്ട കാര്യം ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുകളിലാണ്. ഓക്കെ, അതായത് അവിടെ അഡീഷണൽ ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടില്ല, അതുപോലെ എന്താണ് ഡ്രോയിങ്സും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഡ്രോയിങ്സ് ഉണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതില് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാണോ ഈ വർഷം യൂസ് ചെയ്ത ക്യാപിറ്റല് അതിന്റെ മുകളിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. 10% ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ 1/4/2019 1/4/2019 1 lakh. അതായത് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്? 1/10/2019 1/10/2019 എത്രയാണ്? 50,000. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കേസുകൾ നമുക്ക് ഇവിടെ വരുന്നത്. ഒന്നെന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് എമൗണ്ടിന്റെയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് കാണേണ്ടത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്. ഈ രണ്ട് എമൗണ്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ 1 lakhന്റെ 10%, അതായത് 10/100 എത്ര വരാം? 10,000. അത് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഫോർ ഫുൾ ഇയർ, ഒരു വർഷത്തേക്ക് മുഴുവനായിട്ടാണ്. അതായത് ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയിട്ട് 2020 മാർച്ച് 31 അവസാനിക്കുന്നു. അതായത് ഒരു വർഷം ഫുൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുള്ളൂ? 1 lakh എമൗണ്ട് അവർ കൊണ്ടുവന്ന 1 lakh എമൗണ്ട് ഇൻറ്റു 10/100 10,000. ഇപ്പൊ ഒരു എമൗണ്ടിന്റെ അതായത് ഓപ്പണിംഗിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത് 50,000 രൂപയാണ്. അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അത് എന്നാ കൊണ്ടുവന്നിട്ടുള്ളത്? ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 6 മാസക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 50,000 രൂപ നമ്മളെ ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് എന്നാണ് ബിസിനസ്സിലേക്ക് വരുന്നത്? ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പൊ ഒക്ടോബർ മുതൽക്ക് അടുത്ത വർഷം മാർച്ച് 31 വരെ നോക്കുകയാണെങ്കിൽ എത്ര മാസമുണ്ട്? 6 മാസക്കാലമുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50,000 ഇൻറ്റു 10/100, 50,000ന്റെ 10%. അതെങ്ങനെയാണ്? 6 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ 6/12 എത്ര വരാ? 2,500. കാരണം എന്താണ്? ഈ ഒരു എമൗണ്ട് വന്നിട്ട് ആകെ എന്ത് ആയിട്ടുള്ളൂ? 6 മാസക്കാലം മാത്രമേ ബിസിനസ് ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ നമ്മൾ ഈ 6/12 നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
50,000 ഇൻറ്റു 10/100 എത്ര വരാം? 5000. അത് ശരിക്കും എന്താണ്? ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 5000. പക്ഷെ എന്തേ ഉള്ളൂ? 6 മാസത്തേക്കുള്ളൂ. അതുകൊണ്ട് എന്താണ്? 6/12. ഇനി അതല്ല 3 മാസമേ അത് ബിസിനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 6/12 എന്ന സ്ഥലത്ത് എന്തുണ്ടാവുക? 3/12 എന്നായിരിക്കും. അതല്ല ഒരു മാസമേ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ എന്തുണ്ടാവുക? 1/12. അപ്പോ ഈ ഒരു സംഖ്യ ഇൻറ്റു ശതമാനം അവിടെ മാറ്റമില്ല. അത് ഒരു വർഷത്തേക്കാണ്. പിന്നെ എത്ര മാസത്തേക്കാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? അത്ര മാസം ഡിവൈഡഡ് ബൈ 12 കൊടുത്താൽ മതി. ഇപ്പോ 6 മാസത്തേക്ക് ആയതുകൊണ്ട് 6/12. 8 മാസത്തേക്കാണെങ്കിലോ 8/12 എന്നുള്ളത് ആ രൂപത്തിലാണ് ചെയ്യാൻ. അപ്പൊ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം ഫുൾ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് എത്ര കിട്ടി? 10,000 രൂപ കിട്ടി. 50,000ന്റെ 10% അത് 6 മാസത്തേക്ക് ആകുമ്പോൾ 2,500. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 10,000 പ്ലസ് 2,500 12,500 എന്നുള്ളത്. ഇതാണ് വളരെ ഈസി ആയി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ അത് ചെയ്തിട്ടുള്ളത് എത്രയാണോ സംഖ്യ ഇൻറ്റു അതിന്റെ ശതമാനം 10/100 അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് അവിടെ 6/12 എന്തുകൊണ്ടാണ് വന്നത്? ഇത് ഒക്ടോബർ 1-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. ശേഷം ആ ഒക്ടോബർ 1 മുതൽക്ക് ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസമുണ്ട്? 6 മാസമുണ്ട്. അപ്പൊ 6 മാസക്കാലം വരെ അത് എവിടെയുള്ളൂ? ബിസിനസ്സിലുള്ളൂ. അപ്പൊ ഈ ഒക്ടോബറിന് മുമ്പ് അതില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ലോജിക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോ ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് വിചാരിക്കാം. ഡിസംബറിലാണ് അവസാനിക്കുക. നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. 1 ലക്ഷം രൂപയാണ് ലോൺ എടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ഡിസംബർ 1-ാം തീയതിയാണ് ലോൺ എടുക്കുന്നത്. 1 ലക്ഷം രൂപ ഡിസംബർ 1-ാം തീയതിയാണ് എടുക്കുന്നത്. 10% ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ്. അപ്പൊ ശരിക്കും 1 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുക? 10,000 രൂപ. ആ ഒരു മാസത്തേക്ക് 10,000 ആണോ ഉള്ളത്? അല്ല, അത് 12 മാസത്തേക്കുള്ള കണക്കാണ്. അപ്പൊ ഒരു മാസത്തേക്ക് എന്താവുക? 1/12 കൊണ്ട് ഗുണിക്കണം അതിന്. അതേപോലെ തന്നെയാണ് ഇതെത്രയാണ്? ഈ ഒരു 50,000 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു വർഷത്തേക്കുള്ളതാണ്. അതിനെ 6/12 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടും. ഇതാണെന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ രീതി എന്നുള്ളത്. നെക്സ്റ്റ് അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് പൊതുവെ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് കൂടുതലായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ്? ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത്. ഇതില് റേറ്റ് എന്താണ്? നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. 10%, 5%, 6%. എത്രയാണോ റേറ്റ് അത് എന്ത് ചെയ്യുക? 6/100 അല്ലെങ്കിൽ 5/100 അത് ഇടുക. പിന്നെ ഇവിടെ ആവറേജ് പീരിയഡ് അവിടെ നമ്മൾ 3 month, 4 month, 5 month ആ ഒരു മന്ത് കാണിക്കേണ്ട പ്ലേസ് ആണ് ഇവിടെ ആവറേജ് പീരിയഡ് എന്നുള്ളത്. താഴെ എന്താണ്? 12. അപ്പൊ ഈ ആവറേജ് പീരിയഡ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒരു ടേബിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് റെഗുലർലി ആണ്. അതായത് നമ്മളിപ്പോ എല്ലാ മാസം 1-ാം തീയതി, അതായത് ഒരു ടേം പറയാം, നമ്മള് എല്ലാ മാസം 1-ാം തീയതി നമ്മൾ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ മാസം അവസാനം നമ്മൾ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് എല്ലാ മാസം നടുവില് മിഡിലാണ് നമ്മൾ പിൻവലിക്കുന്നത്. അങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതുപോലെ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴാണ് പിൻവലിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് 6 മാസം കൂടുമ്പോഴാണ് പിൻവലിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോ ഇവിടെ 3 കേസാണ് കൊടുത്തിട്ടുള്ളത്. എമൗണ്ട് വിഡ്രോൺ എവറി മന്ത്, എല്ലാ മാസവും എന്ത് ചെയ്യുന്നു? പിൻവലിക്കുന്നു. എവറി മന്ത്, എല്ലാ മാസവും. അത് രണ്ടാമത്തെ കേസ് ഇതാ, എമൗണ്ട് വിഡ്രോൺ എവറി ക്വാർട്ടർ, ഓരോ 3 മാസം കൂടുമ്പോഴും പിൻവലിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് എമൗണ്ട് വിഡ്രോൺ ഹാഫ് ഇയർലി, 6 മാസം കൂടുമ്പോഴാണ് പിൻവലിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു 3 കേസ് വരുന്നത്, ഈ 3 കേസിലും എന്താണ് നമ്മള് ബിഗിനിങ്, മിഡില്, എൻഡ്, അതായത് ബിഗിനിങ് ഓഫ് എവറി മന്ത്, ബിഗിനിങ് ഓഫ് എവറി ക്വാർട്ടർ ആൻഡ് ബിഗിനിങ് ഓഫ് ഹാഫ് ഇയർ. അതേപോലെ തന്നെ അതിന്റെ മിഡില്, അതിന്റെ എൻഡ് എന്നുള്ളത്.
അപ്പൊ ഇതിലൊക്കെ ഈ ആവറേജ് പീരീഡ് ആണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാം എന്താണ് ഇക്വേഷനിൽ ബാക്കിയുള്ള എല്ലാ ഡാറ്റയും സെയിം തന്നെയാണ്. ആവറേജ് പീരീഡ് മാത്രം മാറ്റി കൊടുക്കാന്നുള്ളത്. സപ്പോസ് വിഡ്രോൺ എവറി മന്ത് ആണ്, ബിഗിനിങ് ആണെന്ന് വിചാരിക്കാം. ബിഗിനിങ്ങിലെ കേസ് ആണെങ്കിൽ ഈ ആവറേജ് പീരീഡിന്റെ അവിടെ എന്താ വരിക 6.5, അതായത് 6.5 ഡിവൈഡഡ് ബൈ 12 എന്നായിരിക്കും വരിക. ഇനി അതല്ല മിഡിൽ ഓഫ് എവറി മന്ത് എന്നാണെങ്കിലോ, മിഡിൽ ഓഫ് എവറി മന്ത് എന്നാണെങ്കിൽ എന്തായിരിക്കും വരിക 6/12 എന്നായിരിക്കും വരിക. ഇനി അതല്ല എൻഡ് ഓഫ് എവറി മന്ത് എന്നാണെങ്കിലോ 5.5 ഡിവൈഡഡ് ബൈ 12 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഈ ടേബിളിനെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെ വരിക, ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക, ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നത് റെഗുലർ ബേസിലാണെങ്കിൽ, അതായത് തുടർച്ചയായിട്ട് മാസം മാസം അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാർട്ടർലി വിഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ടേബിൾ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പൊ ചിലപ്പം എല്ലാ മാസത്തിലായിരിക്കാം, ചിലപ്പോൾ എല്ലാ ക്വാർട്ടറിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹാഫ് ഇയർ കൂടുമ്പോഴായിരിക്കാം. അപ്പോ അതിന്റെ മെയിൻ ഇക്വേഷൻ മാറ്റമില്ല. നിങ്ങൾ ആദ്യം ചെയ്യുന്നതാണ് ടോട്ടൽ ഡ്രോയിങ്സ് കാണണം. ഇപ്പൊ നമ്മള് മന്തിന്റെ കേസ് എടുക്കാന്ന് വിചാരിക്കാം. ഒരാള് 1000 രൂപയാണ് പ്രതിമാസം പിൻവലിക്കുന്നത്, 1000 രൂപ. അപ്പൊ ഒരു വർഷത്തേക്ക് എത്ര ഉണ്ടാവുക, 1000 ആണോ? അല്ല, 1000 × 12 12,000. അതാണ് എന്ത് ടോട്ടൽ ഡ്രോയിങ്സ് കാണുക എന്നുള്ളത്. രണ്ടാമത് റേറ്റ് ബൈ 100 എന്നുള്ളത്. ഇപ്പൊ 10% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ വരും ഇവിടെ 10/100. അപ്പൊ ഇത്രയും വരെ എന്താണ് എല്ലാ കേസിലും ഒരുപോലെ തന്നെയാണ് ഈ 2 സ്റ്റെപ്പ് വരെ. ടോട്ടൽ ഡ്രോയിങ്സ് കാണാൻ എത്രയാണോ മന്ത്ലി × 12 എന്നുള്ളത്. റേറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, റേറ്റ് ബൈ 100 കൊടുക്കാം. ദെൻ ആവറേജ് പീരീഡ് നിങ്ങൾ നോക്കണം, ഏത് കേസ് ആണ് വരുന്നത്. എവറി മന്ത് ആണ്. മന്ത് ആണെങ്കിൽ ബിഗിനിങ് ആണോ, മിഡിൽ ആണോ, എൻഡ് ആണോ, ഏതാ വരുന്നത്? ബിഗിനിങ് ആണെങ്കിൽ എന്തായിരിക്കും 6.5/12 ആയിരിക്കും. ഇനി അതല്ല വിഡ്രോൺ എവറി ക്വാർട്ടർ ആണ്, എല്ലാ ക്വാർട്ടർലി ആണ് അയാൾ പിൻവലിക്കുന്നത്. അതും എന്താണ് എൻഡ് ഓഫ് എവറി ക്വാർട്ടർ എന്ന് വിചാരിക്കുക. ഓരോ ക്വാർട്ടറും അവസാനിക്കുന്ന ആ സമയത്താണ് അയാൾ പിൻവലിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക 4.5/12 ആയിരിക്കും വരിക. അപ്പോ ഈ ഒരു ആവറേജ് പീരീഡ് എന്ത് വരണം എന്നുള്ളത് നമ്മൾ ഈ ടേബിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളില് എ പാർട്ട്ണർ വിഡ്രോ 500 rupees regularly at the beginning of every month. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഒരു പാർട്ട്ണർ 500 രൂപ എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ട്. മാസം എപ്പോഴാ പിൻവലിക്കുന്നത്? ബിഗിനിങ് ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തെയും തുടക്കത്തിലാണ് അയാൾ പിൻവലിക്കുന്നത്. ബിഗിനിങ് ഓഫ് എവറി മന്ത് എന്നുള്ളത്. Then calculate interest on drawings at 10% per annum. പി എന്ന് പറഞ്ഞാൽ പെർ ആനം, വർഷത്തിൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ ആണ് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻടു റേറ്റ് ബൈ 100 ഇൻടു ആവറേജ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇത് 500 രൂപ എന്നാണ് റെഗുലർലി അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി മന്ത്. ഓരോ മാസം 500 ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം, വാട്ട് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഡ്രോയിങ്സ്. ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാന്നുള്ളത്. അതാണ് 500 × 12 6000 എന്നുള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടി. ഇനി റേറ്റ് ബൈ 100. റേറ്റ് എത്രയാണ്? 10% റേറ്റ്. സോ എന്താ പറയാ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 6000 നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ടോട്ടൽ ഡ്രോയിങ്സ്. രണ്ടാമത് റേറ്റ് ബൈ 100 ആണ്. റേറ്റ് എത്രയാണ്? 10/100 എന്നുള്ളത്. നെക്സ്റ്റ് ആവറേജ് പീരിയഡ് ആണ് ലഭിക്കേണ്ടത്. ഏതാണ്? ബിഗിനിങ് ഓഫ് എവറി മന്ത് ആണ്. ബിഗിനിങ് ഓഫ് എവറി മന്ത്. എവറി മന്തിന്റെ കേസിൽ ബിഗിനിങ് ആണെങ്കിൽ എത്ര വരിക? 6.5 ആണ് വരിക. സോ 6.5 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടുക? 325 325 എന്നുള്ളത്. നമുക്കിവിടെ ആവറേജ് പീരിയഡ് നമ്മൾ എത്ര എടുത്തിട്ടുള്ളത്? 6.5 എടുത്തിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താണ്? ബിഗിനിങ് ഓഫ് എവറി മന്ത് എന്നുള്ളത്. അതായത് ഇയാൾ പിൻവലിക്കുന്നത് എല്ലാ മാസവും തുടക്കത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 6.5 ആണ് ആവറേജ് പീരിയഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. ഇവിടെ എ പാർട്ട്ണർ വിഡ്രോ ₹1000 റെഗുലർലി അറ്റ് ദ എൻഡ് ഓഫ് എവറി ക്വാർട്ടർ. ഓരോ ക്വാർട്ടർലി അവസാനിക്കുമ്പോഴാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്?
പിൻവലിക്കുന്നത് എത്ര പിൻവലിക്കുന്നത് 1000 രൂപയാണ് പിൻവലിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നോർമൽ കേസിൽ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടാവും? 3 മാസം കൂടുമ്പോ 12 മാസത്തേക്ക് 4 ക്വാർട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ സെയിം ആണ്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻടു റേറ്റ് ബൈ 100 ഇൻടു ആവറേജ് പീരിയഡ് ബൈ 12. അത് ഇക്വേഷൻ എന്താണ്? എല്ലാവർക്കും ഒരേ ഇക്വേഷൻ തന്നെയാണ്. ഏത് മാത്രം മാറ്റം ഉണ്ടാവാം? ആവറേജ് പീരിയഡ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മാറ്റം ഉണ്ടായിരിക്കും. ഇവിടുത്തെ കേസിൽ എങ്ങനെയാ? എൻഡ് ഓഫ് എവറി ക്വാർട്ടർ ആണ്. എൻഡ് ഓഫ് എവറി ക്വാർട്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ആവറേജ് പീരിയഡ് നമ്മൾ എത്ര എടുക്കാം? 4.5. കാരണം എന്താ? എൻഡ് ഓഫ് എവറി ക്വാർട്ടർ ആണ്. എൻഡ് ഓഫ് എവറി ക്വാർട്ടർ ആണെങ്കിൽ ഏതാണ് എടുക്കുക നമ്മൾ ആവറേജ് പീരിയഡ്? 4.5. ഇനി ഇയാള് 1000 രൂപയാണ് റെഗുലർലി അയാൾ പിൻവലിക്കുന്നത്. 1000 രൂപയാണ് പിൻവലിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡ്രോയിങ്സ് കാണാം 1000 × 4. ഈ 4 നമുക്ക് എവിടുന്ന കിട്ടിയത്? ക്വാർട്ടർ ആണ്. അപ്പൊ 3 മാസമാണ് ഒരു ക്വാർട്ടർ എന്ന് പറയുക. അപ്പൊ 3, 6, 9, 12. അപ്പൊ 4 ക്വാർട്ടർ ഉണ്ടായിരിക്കും ഒരു വർഷത്തില്. അപ്പൊ 1000 × 4 4000. സോ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 4000 ഇൻറ്റു റേറ്റ് ബൈ 100 10/100. 10 നമുക്ക് ശതമാനം തന്നിട്ടുണ്ട്. ദെൻ ആവറേജ് പീരിയഡ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 4.5 ആണ്. ഡിവൈഡഡ് ബൈ 12. 4.5/12 150 എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ഈ മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ വരിക. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻടു റേറ്റ് ബൈ 100 ഇൻടു ആവറേജ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത്. അപ്പൊ ആവറേജ് പീരിയഡ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. അത് എവറി മന്തിന്റെ കേസ് ഉണ്ട്, എവറി ക്വാർട്ടർ ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്. അപ്പൊ ആ ഒരു നമ്പർ എന്ത് ചെയ്യാ? നിങ്ങൾ ഈ ടേബിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ബിഗിനിങ്, മിഡില്, എൻഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ 2 എക്സാമ്പിൾ നോക്കി. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാല് എല്ലാ മാസവും ഒരുപോലെ പിൻവലിക്കുന്നു. ഇപ്പൊ മാസമാണെങ്കിൽ എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ട്. ക്വാർട്ടർലി ആണെങ്കിൽ എല്ലാ ക്വാർട്ടറും പിൻവലിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കേസ് പറഞ്ഞാല് വെൻ ഡിഫറെന്റ് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ അറ്റ് ദ ഡിഫറെന്റ് ഇന്റർവെൽസ്. അതായത് ഒരാൾ പണം പിൻവലിക്കുന്നുണ്ട്, അതല്ല ഇങ്ങനെ ഒരു ക്രമത്തിലൊന്നുമല്ല. എല്ലാ മാസം അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ക്വാർട്ടർലി അങ്ങനെയല്ല. അപ്പൊ ഇയാൾ പിൻവലിക്കുന്നത് ചിലപ്പോ എന്താണ്? ഏപ്രിലിൽ പിൻവലിച്ചു, പിന്നെ ഉണ്ടാവുക ജൂണിലായിരിക്കും, പിന്നെ ഉണ്ടാവുക ഡിസംബറിലായിരിക്കും. എന്താണ്? ഒരു ക്രമമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു അതെന്താണ്? ഒരേ എമൗണ്ടും അല്ല. ഇപ്പോഴത്തെ കേസ് നമ്മൾ പറഞ്ഞു ഒരേ എമൗണ്ട് 500 രൂപ പ്രതിമാസം, 1000 രൂപ പ്രതിമാസം. അപ്പൊ എന്താണ്? ഒരേ എമൗണ്ട് ആണ്. പക്ഷെ ഇവിടുത്തെ കേസ് എന്താണ്? ഡിഫറെന്റ് എമൗണ്ടും ആണ്, ഡിഫറെന്റ് ഡേറ്റും ആണെങ്കിൽ. ഡിഫറെന്റ് എമൗണ്ടും ആണ്, ഡിഫറെന്റ് ഡേറ്റും ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്ന ഇക്വേഷൻ ആണ് സം ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഗുണിച്ചതിന്റെ ടോട്ടൽ എന്നുള്ളത്. പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗുണനം എന്നുള്ള ഉദ്ദേശത്തിലാണ്. സം ഓഫ് പ്രൊഡക്റ്റ് ഗുണിച്ചതിന്റെ ടോട്ടൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇതാണ് ഇക്വേഷൻ എടുക്കേണ്ടത്. ഏതാണ്? സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. 1/12 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ എന്താണ്? സം ഓഫ് ദി പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഒരാൾ പിൻവലിക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി 6000 രൂപ പിൻവലിച്ചു, ജൂൺ 30-ാം തീയതി 4000 പിൻവലിച്ചു, ഡിസംബർ 31-ാം തീയതി 3000 പിൻവലിച്ചു. ദെൻ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% പെർ ആനം. 5% കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കാം, ഏപ്രിൽ ഉണ്ട്, ജൂൺ ഉണ്ട്, ഡിസംബർ ഉണ്ട്. വ്യത്യസ്ത ഡേറ്റുകളാണ്, വ്യത്യസ്ത എമൗണ്ടുമാണ്. അപ്പൊ നമുക്ക് ഏതാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 എന്നുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 കോളംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഡേറ്റ്, എമൗണ്ട് കോളം, ബാലൻസ് മന്ത്. ഇതാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ, ബാലൻസ് മന്ത് എന്നുള്ളത്. ദെൻ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എമൗണ്ട് ഇൻറ്റു ബാലൻസ് ആണ് എന്ത് പറയാ? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഇൻറ്റു ബാലൻസ്. ഇപ്പൊ നോക്കുക, നിങ്ങള് ഏപ്രിൽ 30-ാം തീയതി പിൻവലിച്ചു. എത്രയാണ്? 6000 പിൻവലിച്ചിട്ടുള്ളത്. അപ്പൊ ബാലൻസ് വന്നെ കാണാം. ഏപ്രിൽ 30-ന് അയാൾ വിഡ്രോ ചെയ്തു. ശേഷം അടുത്ത മാർച്ച് 31 വരെ എത്ര മാസം ബാക്കിയുണ്ട് നോക്കുക. അത്ര മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ, അല്ലെങ്കിൽ അത്ര മാസമാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ബാലൻസ് മന്ത് ഉദ്ദേശിക്കുന്നത് പിൻവലിച്ച ഡേറ്റ് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസം ബാലൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഏപ്രിൽ 30 ആണ്, ഏപ്രിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്തെന്താണ്? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ.
ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 11 മാസം ബാലൻസ് ഉണ്ട് അല്ലെ. ഏപ്രിൽ മാറ്റി വെച്ചാൽ ബാക്കി 11 മാസം ബാലൻസ് ഉണ്ട്. അപ്പൊ അവിടെ 11. ദെൻ ജൂൺ 30 മറ്റൊരു വിഡ്രോവൽ വരുന്നത്. എത്രയാണ്? 4000 രൂപയാണ് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജൂൺ 30. ജൂൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസം മാർച്ച് 31 വരെ കാൽക്കുലേറ്റ് ചെയ്യുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 9 മാസക്കാലം ബാലൻസ് ഉണ്ട്. അടുത്തെന്താണ്? ഡിസംബർ 31 ഡിസംബർ 31 3000 രൂപ പിൻവലിച്ചത്. അതെന്താണ്? 3 മാസത്തെ ബാലൻസ് ഉള്ളു അല്ലെ. ഡിസംബർ 31 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്തെന്താണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇനി ആ ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ എമൗണ്ടും ബാലൻസ് നമ്മൾ എന്ത് ചെയ്യാം? ഗുണിക്കാം. 6000 × 11 66,000, 4000 × 9 36,000, 3000 × 3 50,000. ഇനി ഈ 3, അതായത് ഈ പ്രൊഡക്റ്റിന്റെ സം വേണം നമുക്ക് അല്ലെ. നമ്മൾ സം ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാം. 1,11,000. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1,11,000 ഇൻറ്റു റേറ്റ് ബൈ 100 എത്രയാണ്? 5/100 ഇൻറ്റു ഒരു മാസത്തേക്കാണ് 1/12. ദാറ്റ് ഈസ് 462.5 എന്നുള്ളത്. 462.5. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ പല എമൗണ്ടുകളുമാണ്, പല ഡേറ്റുമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു 4 കോളംസ് വരയ്ക്കാം. ഒന്നാമത്തെ കോളം ഡേറ്റ്, രണ്ടാമത്തെ കോളം എമൗണ്ട്, മൂന്നാമത്തെ കോളം ബാലൻസ് മന്ത്, നാലാമത്തെ കോളം പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പൊ ഡേറ്റിൽ എന്ത് ചെയ്യാം? ഏത് ഡേറ്റിലാണ് പിൻവലിച്ചിട്ടുള്ളത് ആ ഡേറ്റ് ഇടുക. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് റെക്കോർഡ് ചെയ്തിടുക. ബാലൻസ് മന്ത് കോളം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വിഡ്രോ ചെയ്ത ഡേറ്റിന് ശേഷം എത്ര മാസം ബാക്കിയുണ്ട് ക്ലോസിംഗ് ഡേറ്റിലേക്ക്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജനുവരി 31 നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ളത്. ജനുവരി 31 വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര മാസം ബാക്കി ഉണ്ടാവുക അല്ലെ? ജനുവരി കഴിഞ്ഞവിടെ ഫെബ്രുവരി, മാർച്ച് 2 മാസം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്ത ഡേറ്റിന് ശേഷം എത്ര മാസമാണ് ബാലൻസ് ഉള്ളത് ആ മാസം കൊണ്ട് എന്ത് ചെയ്യുക? എമൗണ്ടിനെ മൾട്ടിപ്പിൾ ചെയ്യുക, ഗുണിക്കുക. ആ ഗുണിച്ചതിനെ നമ്മൾ എന്ത് പറയുക? പ്രൊഡക്റ്റ് എന്ന് പറയുക. ഇനി എത്ര വിഡ്രോവൽസ് ഉണ്ടോ അതെല്ലാം ഇതേപോലെ ടാബിൾ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് എല്ലാം എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ ചെയ്ത എമൗണ്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. സം ഓഫ് ദി പ്രൊഡക്റ്റ്. ഇപ്പൊ നമുക്കിവിടെ കിട്ടിയ സം ഓഫ് ദി പ്രൊഡക്റ്റ് അതിന് ഇൻറ്റു റേറ്റ് ബൈ 100. റേറ്റ് എത്ര പറഞ്ഞു? 5% ആണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റു 1/12 ഒരു മാസത്തേക്ക് ഇൻറ്റു 1/2. അപ്പോ ഇങ്ങനെ ഡിഫറെന്റ് എമൗണ്ട് ആണെങ്കിൽ ഇതാണ് ഈ ഒരു ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ റെഗുലർ ബേസിലാണ് നമ്മൾ പറഞ്ഞ ടേബിൾ പറഞ്ഞു. ഇത് വ്യത്യസ്ത എമൗണ്ട് വ്യത്യസ്ത ഡേറ്റിലാണെങ്കിൽ ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഇനി വെൻ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആർ നോട്ട് ഗിവൺ. ഇനി അടുത്ത കേസ് എന്താണ്? ഇപ്പോഴത്തെ കേസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കേസ് പറഞ്ഞു ഒരേ എമൗണ്ട് ഒരേ രീതിയിലാണ് നമ്മൾ പിൻവലിക്കുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞു വ്യത്യസ്ത എമൗണ്ട് വ്യത്യസ്ത ഡേറ്റിലാണ് പിൻവലിക്കുന്നത്. ഇനി മൂന്നാമത് എന്താ? എമൗണ്ട് പിൻവലിക്കുന്നുണ്ട് പക്ഷെ എന്ത് പറയുന്നില്ല? ഡേറ്റ് ഏതാണ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഏത് ഡേറ്റിലാണ് പിൻവലിച്ചതെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആവറേജ് പീരീഡ് 6 മന്ത് ആയിട്ട് കണക്കാക്കുക. അതായത് ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് പകുതി ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. പ്രത്യേകമായിട്ടുള്ള ഡേറ്റ് എന്നാണ് പിൻവലിച്ചത് എന്നുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കുന്നുള്ളൂ. പകുതി മീൻസ് ആവറേജ് പീരിയഡ് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? 6/12 ആയിട്ട് കണക്കാക്കും. അതായത് 6 മാസം എന്നുള്ളത് നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ്, അതായത് ഈ ഒരു ഡേറ്റ് ഇല്ലാതെയാണ് എമൗണ്ട് മാത്രമാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ദ പീരിയഡ് വുഡ് ബി ടേക്കൺ ആറ്റ് 6 months. 6 months ബി 6/12 6/12 ആണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കാം. നമുക്ക് Shyam withdraw rupees 60,000 from partnership firm during the year ending 31st March 2020. The interest on drawing is to be charged 8% per annum. അപ്പോൾ രണ്ട് കാര്യങ്ങളായി 60,000 രൂപയാണ് ഇയാള് പിൻവലിച്ചത് എന്നുള്ളതും അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 8% എന്നുള്ളതും അല്ലെ. ഇവിടെ ഏത് ഡേറ്റിലാന്ന് പറഞ്ഞിട്ടില്ല.
ഈ വർഷത്തില് 60,000 പിൻവലിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ആ എമൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് എടുക്കുക 60,000 ഇൻറ്റു അതിന്റെ 8/100 റേറ്റ് ബൈ 100 8% 8/100 ഇൻറ്റു 6/12. എന്താണ് 6/12 ഉദ്ദേശം എന്താണ് ഇവിടെ? ആ ആവറേജ് പീരീഡ് എന്തായിട്ട് കണക്കാക്കുന്നത്? 6 മാസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്താണ്? പ്രത്യേകമായി ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ, എമൗണ്ട് തന്നു ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ, നോർമൽ കേസ് നിങ്ങൾ ഇപ്പോ 60,000 ഇൻറ്റു 8%, ഇതാണ് ഏതൊരു സംഖ്യയുടെ ശതമാനം കാണാനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എമൗണ്ട് ഇൻറ്റു ശതമാനം, ഇത്രയേ ഉള്ളൂ അല്ലെ. എമൗണ്ട് ഇൻറ്റു എത്രയാണ്? 10 ആണെങ്കിൽ 10% കൂടി ഗുണിക്കുക എന്നുള്ളത്. അത് ഒരു വർഷത്തേക്കാണല്ലോ എമൗണ്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഡേറ്റ് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യാം, 6/12 കൊണ്ട് ഗുണിക്കുകയും ചെയ്യാം. കാരണം എന്താണ്, ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ ഈടാക്കിയാൽ മതി എന്നാണ് അക്കൗണ്ടിങ്ങിന്റെ റൂള് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 രീതികളാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒന്നാമത് എന്തായിരുന്നു? റെഗുലർ ഡേയ്സിലാണ് അല്ലെ, ഇടയ്ക്കിടെ നമ്മൾ ഒരേപോലെ വിഡ്രോ ചെയ്യുന്നുണ്ട്. 2 വ്യത്യസ്ത ഡേറ്റില് വ്യത്യസ്ത എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. 3 എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ്, ഡേറ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഈ 3 കേസിലും എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞ കാര്യങ്ങള് 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് സ്പെസിഫൈ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവറി മന്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവറി ക്വാർട്ടർ ആണെങ്കിൽ അത് ബിഗിനിങ് ഓഫ് ദി മന്ത്, എൻഡ് ഓഫ് ദി മന്ത് അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി മന്ത്, ഈ ഒരു കേസ് വരുവാണെങ്കിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതിന്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.